കോറിലേഷൻ എന്നുള്ള ടേമിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ പറഞ്ഞേ? കോറിലേഷൻ എന്തുണ്ടായിരിക്കും? അത് തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. രണ്ട് വേരിയബിൾസ് തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അവിടെ കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. നല്ല മഴ കിട്ടി, നല്ല വിളവെടുപ്പുണ്ടായി, എന്താ അർത്ഥം? കോറിലേഷൻ. നല്ല മഴ ഉണ്ടാവുമ്പോൾ നല്ല വിളവെടുപ്പ് കിട്ടും. നല്ലോണം നിങ്ങൾ ഫെർട്ടിലൈസർ ഇട്ടു, അപ്പം നല്ല വിളവെടുപ്പുണ്ടായി, എന്താ അർത്ഥം? കോറിലേഷൻ. എല്ലാ ഭാര്യയും ഭർത്താവിൻ്റെ ഏജ് എടുത്ത് നോക്കുമ്പോൾ ഒരു 5 വയസ്സ് 6 വയസ്സ് ഡിഫറൻസ് കാണണം. അപ്പം അങ്ങനെ ഞാനൊരു 10 കപ്പിൾസിന് എടുത്തു. അപ്പോൾ എടുത്തിട്ട് നോക്കുമ്പോൾ അവരുടെ ഏജ് തമ്മിൽ നല്ല എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ 2 വേരിയബിൾസ് എടുക്കുമ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ക്യാൻസർ വന്ന കുറേ ആൾക്കാർ എടുത്ത് നോക്കി, എന്നിട്ട് ഞാൻ അവരുടെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുകയാണ്. അപ്പോൾ ഇതിൽ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് എന്ത് വരുന്നുണ്ട്? ക്യാൻസർ വരുന്നുണ്ട്. കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരുടെ ജീവിതം എടുത്ത് നോക്കി, അപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഫ്ലോപ്പാണ്. അവർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ അവരുടെ ജീവിതം വഴിതെറ്റി പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്തു. കഞ്ചാവ് അടിക്കാൻ തുടങ്ങി വഴിതെറ്റി, അത് തുടങ്ങി വഴിതെറ്റി എന്നർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവിടെയും നല്ല ബന്ധമുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും 2 വേരിയബിൾസ് എടുത്താൽ ഈ നാട്ടിൽ ന്യൂസ് പേപ്പറിൻ്റെ വിൽപ്പന നന്നായി കൂടുന്നു. ഈ നാട്ടിലെ ക്രൈം എടുത്ത് നോക്കുമ്പോൾ മർഡർ കൂടുന്നു, ന്യൂസ് പേപ്പറിൻ്റെ വിൽപ്പന കൂടുന്നു. ഉണ്ടാവാം. ഈ നാട്ടിലെ എന്ത് കൂടുന്നുണ്ട്? ക്രൈം കൂടുന്നുണ്ട്. ഈ നാട്ടിലെ ന്യൂസ് പേപ്പറിൻ്റെ വിൽപ്പന കൂടുന്നുണ്ട്. അവിടെ എന്തുണ്ടാവും? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി അത് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കോറിലേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവണമെന്നില്ല, നല്ല ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ റേപ്പിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഈ നാട്ടിലെ എഡ്യൂക്കേഷനുള്ള ആൾക്കാരുടെ നമ്പറും കൂടി വരിക. അത് ഇത് രണ്ടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എഡ്യൂക്കേഷനുള്ള ആൾക്കാർ പഠിക്കുന്നു ചോദിക്കുന്നു, അവർ ആ രീതിയിൽ പോകണു. റേപ്പ് കൂടുന്നു, അത് വേറെ പല റീസൺ ആയിരിക്കാം. അപ്പോൾ ഏത് 2 വേരിയബിൾസ് എടുത്ത് നോക്കിയാലും നമുക്ക് ചിലപ്പോൾ എന്ത് കാണാം? റിലേഷൻഷിപ്പ് കാണാം. സംതിങ് വിൽ ബി നോൺസെൻസ് കോറിലേഷൻ. നോൺസെൻസ്. അത് നമ്മൾ എന്തുണ്ടാവില്ല, വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് കാണാം. അപ്പോൾ ഇവിടെ ഈ ലെസൺ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൻ്റെ ലെസനാണ്. കാൽപിയേഴ്സിൻ്റെ കോറിലേഷൻ, പല തരത്തിലുള്ള കോറിലേഷൻ നമ്മൾ കാണിക്കും. പല മെത്തേഡ് ഓഫ് കോറിലേഷൻ ഉണ്ട്, പല ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ട ഫസ്റ്റായിട്ട് ഈ ലെസണിൽ പഠിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു കമ്പൽസറി ലേൺ ദ ഡെഫിനിഷൻ ഓഫ് കോറിലേഷൻ. കോറിലേഷൻ നോക്കൂ. ദ ടെൻഡൻസി ഓഫ് 2 or more groups of series of item to vary together directly or inversely. അതൊന്നല്ല, എനിക്കിഷ്ടമുള്ള ഡെഫിനിഷൻ ഏറ്റവും ലാസ്റ്റത്തെ. കോറിലേഷൻ ഈസ് എൻ അനാലിസിസ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more variables. എന്താ കോറിലേഷൻ? ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് അസോസിയേഷൻ. 2 അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ എന്താണ് നമ്മൾ നോക്കുന്നത്? അസോസിയേഷൻ, ബന്ധമുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നതാണ് കോറിലേഷൻ. അപ്പോൾ ഉറപ്പിക്കുക, ഈ ഒരു ഡെഫിനിഷൻ എല്ലാവരും പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് കോറിലേഷൻ ആൻഡ് കോസേഷൻ ആണ്. The word correlation implies cause and effect relationship. ഒന്ന് കാരണമാകുമ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു കാരണം ഉണ്ടാവും, അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവും. മഴ ഉണ്ടായി, വിളവെടുപ്പുണ്ടായി. നല്ല ഫെർട്ടിലൈസർ കൊടുത്തു, നല്ലതുണ്ടായി. നല്ലോണം സ്മോക്ക് ചെയ്തു, ക്യാൻസർ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ കോറിലേഷനിൽ ഉദ്ദേശിക്കുന്നത്. എ ചേഞ്ച് ഇൻ പ്രൈസ് കോസ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൊഡക്ട്സിൻ്റെ പ്രൈസൊക്കെ കൂടുന്നു, അപ്പോൾ നല്ല ഡിമാൻഡ് ആവുമോ? നല്ല ഡിമാൻഡ് ആവും, ഡിമാൻഡ് കുറയും അല്ലേ? അപ്പം അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ there exists casual connection between 2 variables. Casual connection means cause and effect relationship. Positive correlation between increase in cigarette smoking and increase in cancer may prove that one cause other. അതാണ്, സ്മോക്കിംഗ് കൂടുന്നു, ക്യാൻസർ കൂടുന്നു, ഒന്ന് മറ്റേതിന് എന്താണ് കാരണമാവണം. ഒരു കാരണം ഉണ്ടായി, അതിനൊരു എഫക്റ്റ് ഉണ്ടായി. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, നന്നായി സ്മോക്ക് ചെയ്താൽ നന്നായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. ഓക്കെ, ഇനി പേജ് മറക്കുക. When 2 variables are correlated, there need not be cause and effect relationship. For example, high degree of correlation between yield per acre of rice and tea may be due to the fact that both are related to rainfall, but none of the variable is a cause of the other. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ ആ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ ടീ അല്ലേ, തേയില മൂന്നാറിലും അങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടാവുക, അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയപ്പോൾ അതിന് നല്ല പ്രൊഡക്ഷൻ. ഈ നല്ല വെയിലുള്ള പഴഞ്ഞിയിലും ഈ പരിസരത്തും റൈസിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയപ്പോൾ റൈസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ. എന്നാൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ റൈസും ടീയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന്? അത് കോസ് ഇഫക്റ്റ്, അതുകൂടി ഇതും കൂടി. പക്ഷെ അവിടെ എന്തില്ല? കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ ഒരു കോറിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വേണ്ട കാര്യം എന്താണ്? ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വേണം.
അതൊക്കെ മതി. അതിനെയാണ് സ്പ്യൂരിയസ് കോറിലേഷൻ. അവിടെ എക്സാമ്പിൾ പറയേണ്ടത് ന്യൂസ് പേപ്പറും ക്രൈമും കൂടുണ്ട്, പക്ഷെ രണ്ടും എന്തല്ല അവിടെ അതൊരു കാഷ്വൽ റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഈസ് കോൾഡ് നോൺ സെൻസിക്കൽ ഓർ സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ്. ആ മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ന്യൂസ് പേപ്പറും ക്രൈമിൻ്റെ എക്സാമ്പിൾ പറയണു. അത് നോൺസെൻസ് കോറിലേഷനാണ്. അത് തമ്മിലൊരു കോസ് ആൻഡ് ഇഫക്റ്റ് അവിടെ ഇല്ല. ഇനി നമ്മൾ പഠിക്കുന്ന കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ചോദ്യമാണ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ആൻ ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു ഇൻക്രീസ് ഇൻ അനദർ വേരിയബിൾ. അതാണ് പോസിറ്റീവ് കോറിലേഷൻ. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു ഡിക്രീസ് ഇൻ അനദർ വേരിയബിൾ. അത് രണ്ടും എന്താണ്? ബോത്ത് ഓഫ് ദം ആർ പോസിറ്റീവ് കോറിലേഷൻ. ബട്ട് സംടൈംസ് ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു ഡിക്രീസ് ഇൻ അനദർ വേരിയബിൾ. ഇറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതാണ് അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് കൂടുമ്പോൾ സെയിൽസ് കൂടും അല്ലേ? കുറേ പരസ്യം കൊടുക്കുമ്പോൾ. അപ്പോൾ അത് രണ്ടും എന്തായി? പോസിറ്റീവ് കോറിലേഷനായി. അപ്പോൾ എന്ത് പഠിച്ചു? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ പഠിച്ചാ? എന്താ പറഞ്ഞേ? ഒരാൾ പറഞ്ഞേ, ആ കുട്ടി പറഞ്ഞേ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും. അപ്പം നെഗറ്റീവ് എന്താ? ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടും. അത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. നെക്സ്റ്റ് ടൈപ്പാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. അതായത് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു എ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ഇൻ അനദർ വേരിയബിൾ. രണ്ട് വേരിയബിൾസ് എടുത്ത് നോക്കി കുറേ കാര്യം. സെയിൽസും അഡ്വർടൈസ്മെൻറ്റ്. എല്ലാ കൊല്ലം 10% സെയിൽസ് കൂടുമ്പോൾ 10% അഡ്വർടൈസ്മെൻറ്റ് കൂടുമ്പോൾ സെയിൽസ് കൂടുന്നു, 10% കൂടുമ്പോൾ കൂടുന്നു. അങ്ങനെ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ഒരു വേരിയബിൾ മറ്റേ വേരിയബിളിനെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ലീനിയർ കോറിലേഷൻ. അപ്പോൾ നോൺ ലീനിയർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല അല്ലേ? പ്രൈസും ഡിമാൻഡും. ഒരു കൊല്ലം 5% വേരി ചെയ്തപ്പോൾ ഇത്ര ഉണ്ടായി, അടുത്ത കൊല്ലം അതിൻ്റെ ഡിഫറൻസ് 10%, പിറ്റത്തെ കൊല്ലം 15%, പലതരത്തിലിരിക്കും. രണ്ടും ക്ലിയർ ആയല്ലോ? താങ്കൾ പറഞ്ഞേ, വാട്ട് ഈസ് ലീനിയർ കോറിലേഷൻ? ആ സെൻറ്റൻസ് പറയും. ദ എമൗണ്ട് ഓഫ് ലിസ്റ്റ് another variable. അതാണ് ലീനിയർ. എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡു നോട്ട് ലീഡ് ടു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ അനദർ വേരിയബിൾ ഈസ് കോൾഡ് നോൺ ലീനിയർ കോറിലേഷൻ. അടുത്തത് സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കും, 4 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കും. വെൻ യു ആർ ഗോയിങ് ടു ലേൺ ഓൺലി 2 kinds ഓഫ് വേരിയബിൾ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സിമ്പിൾ കോറിലേഷൻ. 2 വേരിയബിൾ എക്സും വൈയും മാത്രം, മഴയും ഈൽഡ് മാത്രം ഞാൻ പഠിക്കണല്ലോ. എൻ്റെ കോറിലേഷൻ്റെ പേര് സിമ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഒരു വേരിയബിൾ വെച്ചു, അപ്പുറത്ത് കുറേ വേരിയബിൾസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ correlation. When you are learning only 2 variables, correlation is said to be simple. Example നിങ്ങൾക്ക് കൊടുക്കാം. ഇതിനൊക്കെ എക്സാമ്പിൾ ചെയ്താൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാരഗ്രാഫിലുണ്ട്. വെൻ വി മെഷർ ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ആൻഡ് ഓൾ അതർ വേരിയബിൾ ടുഗെദർ ഓൺ ദി അതർ സൈഡ്. ഈൽഡ് ഉണ്ട്. എനിക്ക് ഈൽഡ് ഉണ്ടാവാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. മഴ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, ഞാൻ കൊടുക്കുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ജൈവവളം ഉണ്ട്, ഒരുപാട് കാരണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഈൽഡ് മാത്രമാണ്. ദെൻ യു ക്യാൻ കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇനി നമുക്കൊരു പാർഷ്യലും കൂടി ഉണ്ട് അപ്പുറത്തെ പേജിൽ. വെൻ യു ആർ ലേണിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ വേരിയബിൾ with the other variables presuming that the other variables remains constant. അതായത് ഞാൻ ഇവിടെ yield ഉണ്ട്, അപ്പുറത്ത് എനിക്ക് റെയിൻഫോൾ, ടെമ്പറേച്ചർ, സൺലൈറ്റ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ട്. അതിലെ കുറേ എണ്ണം അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഇതിലത്തെ 2 എണ്ണം മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അതിനെ ഞാൻ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു സൈഡിൽ yield മാത്രം, അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതിലത്തെ ഒരെണ്ണത്തിന് മാത്രം മെയിൻ ആയിട്ടുള്ള ഇഫക്റ്റ് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി അവിടെ വെക്കുമ്പോൾ പാർഷ്യൽ എന്ന് പറയും. ആ സെൻറ്റൻസ് നോക്കൂ. We study the relationship of one variable with one of the other variable presuming that other variables remains constant. ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. ഇനി അടുത്ത പഠിക്കേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യന് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. എങ്ങനെ ഈ ബന്ധം കണ്ടുപിടിക്കാം? പല രീതിയിൽ നമുക്ക് ബന്ധം കണ്ടുപിടിക്കാം. അതാണ് ഒന്ന് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഒരു വേരിയബിൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ?
ബന്ധം വേണമെങ്കിൽ എന്ത് വേണം? 2 എണ്ണം വേണം. അപ്പോൾ 2 people. ഓക്കെ, അപ്പോൾ 1 വേരിയബിൾ. അപ്പോൾ ഈ ഗ്രാഫിക്കൽ സ്കാറ്റർ ഡയഗ്രാത്തിൽ എന്താ ചെയ്യുക വെച്ചെങ്കിൽ, ഒരു വേരിയബിളിനെ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കും, അതർ വേരിയബിളിനെ വൈ ആക്സിസിൽ എടുക്കും. ഈച്ച് പെയർ ഓഫ് വാല്യൂസ് പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ് ബൈ മീൻസ് ഓഫ് ഡോട്ടഡ് മാർക്ക്. നോക്കി ആ ചിത്രം കണ്ട, എക്സ് ഇവിടെ എടുത്തു, വൈ ഇവിടെ എടുത്തു. എക്സിൻ്റെ വാല്യൂസൊക്കെ ഞാൻ കുറേ കുത്തിട്ടു, വൈയുടെ വാല്യൂസൊക്കെ ഞാൻ കുറേ കുത്തിട്ടു. രണ്ടാളും ഒരേ ലൈനിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, രണ്ടാൾക്കാർ ഇങ്ങനെ വരികയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. രണ്ടും പല സ്ഥലത്തും സ്കാറ്റർ ചെയ്ത് കിടക്കുക, ദർ ഇസ് നോ കോറിലേഷൻ, നോ കോറിലേഷൻ. ക്ലിയർ? ഇതാണ് സ്കാറ്റർ ഡയഗ്രാം തിയറി. നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും സിമ്പിളാണ്, വലിയ ബുദ്ധിയൊന്നും വേണ്ട. കോറിലേഷൻ കണ്ടുപിടിക്കാൻ ഫോർമുല അറിയണ്ട. അപ്പോൾ സിമ്പിൾ മെത്തേഡ്. പിന്നെ പറഞ്ഞ മെത്തേഡ് കോറിലേഷൻ ഗ്രാഫാണ്. സെപ്പറേറ്റ് കർവ് as drawn for 2 variables x and y. Values of variables are taken as ordinates of the points plotted from the direction of closeness of 2 curves. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാഫ് പേപ്പറിൽ ഒരെണ്ണത്തിൻ്റെ ഈ കർവും മറ്റേൻ്റെ ആ കർവും വരയ്ക്കും. അതിൻ്റെ ക്ലോസ്നെസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കും എന്ത് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഒരു കർവ് അങ്ങോട്ടും പോയി ഒരു കർവ് ഇങ്ങോട്ടും വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് വരച്ചപ്പോൾ ഫുള്ളും നമുക്ക് അങ്ങോട്ട് മേലേക്കുള്ള പോയിന്റ്സ് കൂടി 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 കിട്ടി. വൈ വരച്ചപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ വരുന്നത്. നോ കോറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ രണ്ടും ഇങ്ങോട്ട് വരണം. അതാണ് കോറിലേഷൻ ഗ്രാഫ്. ഫ്രം ദി ഡയറക്ഷൻ, ആ രണ്ടാമത്തെ പോയിന്റിലത്തെ വായിക്കുന്നത്, ഫ്രം ദി ഡയറക്ഷൻ ക്ലോസ്നെസ് ഓഫ് 2 curves we can infer whether the variables are related or not. If both curves move in the same direction, upward or downward, മുകളിലേക്ക് ആയിക്കോട്ടെ രണ്ടും താഴത്തേക്ക് ആയിക്കോട്ടെ, you can call it as positive correlation. If the curves are moving in opposite direction, it is said to be negative. So 2 methods you have learned. Indana methods of studying correlation. One is scatter diagram. Scatter diagram, what will you do? You have to plot the variables on a graph paper. Just put dot marks. From the closeness of the dots, you can infer whether there is correlation or not. Clear? രണ്ടാമത്തെ പഠിച്ച മെത്തേഡ് എന്താ? കോറിലേഷൻ ഗ്രാഫ്. ഇൻ ദാറ്റ് യു ഹാവ് ടു ഡ്രോ 2 curves. ഫ്രം ദി ക്ലോസ്നെസ് ഓഫ് ദി കർവ് യു ക്യാൻ ഇൻഫർ വെദർ ദർ ഇസ് കോറിലേഷൻ ഓർ നോട്ട്. ഇഫ് both the curve is moving upward, there is. If both is moving downward, if both are moving in the opposite direction. Okay, next is coefficient of correlation. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഓൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് പഠിക്കുന്നതാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിലേക്ക് എടുക്കുന്ന വാല്യൂസ് ആണ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ്. പേജ് ഇങ്ങനെ മാറിയിട്ടില്ല കേട്ടോ, അതേ പേജിൽ ഇരുന്ന് നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എൻ ഓൾജിബ്രിക് മെത്തഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. യു മെഷർ കോറിലേഷൻ ബൈ ഫൈൻഡിങ് എ വാല്യൂ നോൺ ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസിങ് അപ്രോപ്രിയറ്റ് ഫോർമുല. ഇവിടെ ഒരു ഓൾജിബ്രിക് മെത്തേഡ്, ഓൾജിബ്രിക് നമുക്കറിയാലോ, എക്സും വൈയും എയും ബിയും ഒക്കെ, അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 1 single വാല്യൂ യു വിൽ ഫൈൻഡ് ഔട്ട്. ആ വാല്യൂ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി പേജ് മറക്കുക. It is a numerical value. It shows the degree of extent of correlation between 2 variables. Correlation coefficient is a pure number which lies between -1 and +1. അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് 2ഉം 10ഒന്നും എന്ത് കിട്ടില്ല? കോറിലേഷൻ്റെ കോയിഫിഷ്യൻ്റ് കിട്ടില്ല. -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആവുക. നമ്മുടെ നമ്പർ 0ൻ്റെയും 1ൻ്റെയും, വാട്ട് ഇസ് ദ പ്രോബ്ലം? ഇഫ് ദ നമ്പർ ഇസ്, നിങ്ങൾക്ക് കിട്ടിയ നമ്പർ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ യു ക്യാൻ ടെൽ ദർ ഇസ് പോസിറ്റീവ് കോറിലേഷൻ. ഇഫ് ദ നമ്പർ ലൈസ് ബിറ്റ്വീൻ -1 and 0, യു ക്യാൻ ടെൽ ദർ ഇസ് ഒന്നുമില്ലേ, -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ ഏതൊരു മൈനസ് വാല്യൂ ആവുമല്ലോ, നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് ദ വാല്യൂ ഇസ് 0, യു ക്യാൻ ടെൽ ഇറ്റ് ഇസ് no correlation. If the value is more than positive 0.5, 0.6, 0.7, 0.8, you can tell there is high positive correlation. So if the number is greater than -0.5, you can tell high negative correlation. Okay, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇനി how can you calculate coefficient of correlation using different authors
മെത്തേഡ്സ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൽ ഒന്നാമത്തെയാണ് ഇറ്റ് ഈസ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യൻ. രണ്ടാമത്തെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഇങ്ങനെ തന്നെ പറയണം, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, ദെൻ ലാസ്റ്റ് മെത്തേഡ് ഇസ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ 3 കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് പഠിക്കാൻ പോണത്. ആരാൾ? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യൻ. ദർ ആർ n നമ്പർ ഓഫ് മെത്തേഡ്സ് ടു സ്റ്റഡി കോറിലേഷൻ കോയിഫിഷ്യൻ. കുറേ മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് ഫോർമുല ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് പഠിക്കണം. ഒരേ ഒരു ഫോർമുല പഠിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഒരൊറ്റ ഫോർമുല പഠിച്ചിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ചേട്ടന്മാരവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പോയിന്റ്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒറ്റ മെത്തേഡ് പഠിച്ചിട്ട് പോയാൽ മതി. കാരണം എല്ലാ ഫോർമുലയും പഠിക്കാൻ നിന്നാൽ നിങ്ങളുടെ തലയിൽ ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ ഒരേ ഒരു മെത്തേഡ് പഠിക്കുക. ഷുവർ ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ കാൾ പിയേഴ്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ദ എബവ് ഫോർമുല ക്യാൻ ബി എക്സ്പ്രസ് എന്നൊരു ഫോർമുല കണ്ടില്ലേ? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു. ആ ഇൻറ്റു ആണ് കുട്ടികൾ തെറ്റിക്കുക. അവിടെ പ്ലസ് ഇട്ടേക്കും. പ്ലസ് ഇട്ടേക്കാൻ പാടുമോ? പ്ലസ് ഇടാൻ പാടില്ല, അത് ഇൻറ്റു ആണ്. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഈ ഫോർമുല നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവില്ലേ? ആ വേരിയബിൾസിൻ്റെ പേര് എന്തൊക്കെയാവാം? എക്സും വൈയും, അല്ലെങ്കിൽ സെയിൽസും അഡ്വർടൈസ്മെൻറ്റും, അല്ലെങ്കിൽ വൈഫിൻ്റെ ഏജും ഹസ്ബൻഡിൻ്റെ ഏജും, അല്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും, അല്ലെങ്കിൽ സ്മോക്കിങ്ങും ക്യാൻസറും, അല്ലെങ്കിൽ ഈൽഡും റെയിൻഫോളും. ഈ വേരിയബിൾസ് ഒക്കെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ പഠിക്കുക, ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെയൊക്കെ വാല്യൂ 1, 2, 3, 5, 8, 10 അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഓക്കെ, ഏത് ഫോർമുല? ഈ ഫോർമുല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം?